നമ്മുടെ ഒറ്റപ്പാലത്ത് ഒരു വക്കീലിൻ്റെ കല്യാണത്തിന് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ കേക്കൊക്കെ ഇതാ കണ്ടില്ലേ, നമ്മുടെ കേക്കാട്ടോ. അപ്പോൾ 5 kg ഒരു കേക്കായിരുന്നു പറഞ്ഞിരുന്നത്. പാലക്കാട് നിന്ന് ഒറ്റപ്പാലത്തേക്ക് 1 hour ട്രാവലുണ്ട്. ഇത് 3 ടയർ ആക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ പണിയാണ്. അപ്പോൾ ഞാൻ എന്താക്കി, 3 കേക്കും 3 ബോക്സിലാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ. കാറ്ററിംഗുകാരുടെ ഒരു കെയർ ഓഫിൽ കിട്ടിയ കേക്കാണ്. അപ്പോൾ അവരുടെ വണ്ടിയിലാണ് പോയതൊക്കെ. എന്നിട്ട് അവിടെ പോയി കിച്ചണിനാണ് കേട്ടോ കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നത്. കാരണം അപ്പുറത്ത് നല്ല ഗംഭീര പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അവിടെ പോയി അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കിച്ചണിൽ തന്നെ എല്ലാ കേക്കും ഡെക്കറേഷൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമ്മുടെ ഫൈനൽ ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാ സ്റ്റേജിക്ക്. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും പേര് പങ്കെടുത്ത ഒരു 1500 പേരെങ്കിലും ഉണ്ടാവും. ഇത്രയും പേര് പങ്കെടുക്കുന്ന ഒരു ഫങ്ഷൻ, അതും എല്ലാം വലിയ വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ കേക്ക് അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നൊക്കെ കേട്ടോ. 2 പേരും വക്കീലന്മാരാണ്, ബ്രൈഡും ഗ്രൂമും. അപ്പോൾ അവർ കണ്ടപാട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഉണ്ടാക്കിയ കേക്കാണോ? അപ്പോൾ അതെ, നല്ല രസമുണ്ട് കേട്ടോ, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. കാരണം നമ്മുടെ കേക്ക് അവർ കണ്ട് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഹാപ്പിയായി. ഇത്രയും പേരുടെ മുന്നിൽ നമുക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി സെറ്റ് ചെയ്ത് തന്ന SG ഇവൻറ്റ്സ് പറഞ്ഞിട്ട് പാലക്കാട് കേട്ടോ. അപ്പോൾ അവരാണ് എനിക്ക് ഈ ഓർഡറൊക്കെ തന്ന് എനിക്ക് ഇത്രയും എന്താ പറയുക, നമുക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷം തരുന്ന ഒരു സമയങ്ങളാണ്. നമ്മുടെ കഴിവ് ഒരു സ്റ്റേജിൽ തെളിയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ മറ്റുള്ളവർ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ അത് അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചിട്ടോ. എന്നിട്ട് അത് ഒരു സൈഡൊക്കെ മാറ്റി വെച്ചു. അവസാനം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഹെർബൽ ടീസും പിന്നെന്താ നമ്മുടെ പഞ്ഞി മിഠായി, പോപ്കോൺ, സ്വീറ്റ് ബീഡ, ഗുലാബ് ജാമുൻ, ഐസ്ക്രീമും ഇതൊക്കെ ഡെസേർട്ടാണ് അവസാനം കഴിക്കുന്ന സംഭവം കേട്ടോ. ഫസ്റ്റ് വന്നതും ചായക്കടയാണ്. പിന്നെ കുറേ വെറൈറ്റീസായിട്ട് ഫുഡ് ഉണ്ടായിരുന്നു, വെജും നോൺ വെജും, പിന്നെ നമ്മുടെ നൂഡിൽസും, അങ്ങനെ ഒരുപാട് തരം ഫുഡ് ഉണ്ടായിരുന്നു. എന്തൊക്കെ നോക്കിയാലും ഡയറ്റ് വിട്ട് കളിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഞാൻ ഒരു ഇടിയപ്പം, ഒരു ഇടിയപ്പവും ഒരു അപ്പവും കഴിച്ചിട്ടോ. അത് മാത്രമേ ഞാൻ കഴിച്ചിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിച്ചില്ല. പക്ഷെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഡയറ്റ് മുഖ്യം ബീലെന്ന് പറഞ്ഞിട്ട് ഉപ്പിലിട്ട ഒരു പേരയ്ക്കയും കൂടെ കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് എണീച്ച് പോയി. പിന്നെ അപ്പുറത്ത് ഐസ്ക്രീമും ഗുലാബ് ജാമും കണ്ടപ്പോൾ എനിക്കങ്ങനെ ഡയറ്റൊക്കെ മറന്നുപോയി. ഞാൻ പിന്നെ കുറച്ച് ഗുലാബ് ജാമ് ഒരു 2 എണ്ണം മാത്രം കഴിച്ച്. ഇതാട്ടോ രാത്രിത്തെ ഒരു ലുക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നൈറ്റായി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.